അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം എന്ന് പറയുന്നത് പോലെ മനുഷ്യത്വത്തിന്റെ മുഖംമൂടിയുമായി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടാൻ വന്ന പാകിസ്ഥാന് എട്ടിന്റെ പണി കൊടുത്ത് ഇന്ത്യ. വാരണാസിയിലെ മസ്ജിദ് ഗഞ്ച് ഷഹീദ ഉൾപ്പെടെ ഇന്ത്യയിലെ മുസ്ലിം പള്ളികൾ ഭീഷണിയിലാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ മുഖത്തടിക്കുന്ന മറുപടിയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന അഥവാ സീറോ ലോക്കസ് സ്റ്റാൻഡി ആണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാന്റെ തനിനിറം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്തു. വിദ്വേഷത്തിൽ നിന്നും മതഭ്രാന്തിൽ നിന്നും ഉടലെടുത്ത രാഷ്ട്രീയ നീക്കം മാത്രമാണ് സർദാരിയുടെ പ്രസ്താവനയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സ്വന്തം രാജ്യത്ത് ഹിന്ദുക്കൾക്കും അഹമ്മദീയ വിഭാഗങ്ങൾക്കും നേരെ നടക്കുന്ന ക്രൂരമായ അതിക്രമങ്ങളും ദൈവനിന്ദാ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് നടത്തുന്ന കൊടും പീഡനങ്ങളും മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വ്യവസ്ഥാപിതമായി വേട്ടയാടുന്ന ചരിത്രമുള്ള പാകിസ്ഥാൻ ഇന്ത്യയെ മതനിരപേക്ഷത പഠിപ്പിക്കാൻ വരേണ്ട എന്ന കിടിലൻ മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയത്. പാകിസ്ഥാന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക തകർച്ച, രാഷ്ട്രീയ അസ്ഥിരത, ആഭ്യന്തര സുരക്ഷാ വീഴ്ചകൾ എന്നിവയിൽ നിന്നും സ്വന്തം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള വില കുറഞ്ഞ തന്ത്രം മാത്രമാണിത്. ഒരു കാലത്ത് ഇത്തരം പ്രസ്താവനകൾ നടത്തി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് സാമ്പത്തികമായും സൈനികമായും ലോകത്തെ വലിയൊരു വൻ ശക്തിയായി മാറിയ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഈ വിലപേശലുകൾ വെറും തമാശ മാത്രമാണ്. ഇന്ത്യയുടെ ഈ ശക്തമായ നിലപാട് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അതിർത്തി കടന്നുള്ള ഇത്തരം പ്രൊപ്പഗണ്ടകളിൽ നിന്നും പൂർണ്ണമായും സംരക്ഷിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ താഴെ വീഴണമെന്ന് പാകിസ്ഥാനും നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷവും ആഗ്രഹിക്കുന്നതിലും രണ്ടു കൂട്ടർക്കും ഒരേ സ്വരം വരുന്നതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ? യാദൃശ്ചികതയാണോ അതോ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഈ ഒറ്റ മറുപടിയിലൂടെ പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യതയാണ് ഇന്ത്യ പൂർണ്ണമായും ഇല്ലാതാക്കിയത്. ഐക്യരാഷ്ട്രസഭയിലോ മറ്റ് അന്താരാഷ്ട്ര വേദികളിലോ ഇനി ഈ ന്യൂനപക്ഷ കാർഡ് ഇറക്കി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ പാകിസ്ഥാന് കഴിയില്ല. അയൽ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ജീവനെങ്കിലും സംരക്ഷിക്കാൻ നോക്കണേ എന്ന ഇന്ത്യയുടെ ഈ താക്കീത് പാകിസ്ഥാനോടുള്ള നമ്മുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയത്തിന്റെ വ്യക്തമായ സൂചനയാണ്. ന്യൂസ് ഡെസ്ക്.